ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ കുറേ നാളായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു മുടി വെട്ടിയോ എന്ന്. ആക്ച്വലി 1 ഇയർ ബാക്ക് ഞാൻ എൻ്റെ മുടി ലെയർ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വെട്ടി. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വെട്ടിയതാണ് കേട്ടോ. ഇപ്പം അന്ന് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങൾ ജനുവരി 3-ാം തീയതിയാണ് പോയത്. ആക്ച്വലി വെക്കേഷൻ ടൈമിൽ പോകണമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എല്ലായിടത്തും വെക്കേഷന് ഭയങ്കര തിരക്കായിരുന്നു. മാത്രമല്ല കുട്ടികൾക്ക് സുഖമില്ലായിരുന്നു. എന്നാൽ പിന്നെ സ്കൂൾ തുറന്നിട്ടാട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ശനിയും ഞായറും കൂടെ കണക്കാക്കിയിട്ട് ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പോയിട്ടോ. തിരുവനന്തപുരത്തിനാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഏത് വഴിയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അങ്ങ് പോയി. കാഞ്ഞിരപ്പള്ളിയൊക്കെ കൂടിയാണ് പോയതെന്ന് എരുമേലി കാഞ്ഞിരപ്പള്ളി ഒക്കെ കൂടിയാണ് പോയത്. അത് ഓർക്കണ്ടേ, എരുമേലിയൊക്കെ പോയത് ഓർക്കണ്ട കേട്ടോ. അങ്ങനെ ഏകദേശം രാത്രി ഒരു 8 മണിയോട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് എത്തിയത്. അന്ന് അവിടെ സ്റ്റേ ചെയ്തു. ആക്ച്വലി ഞങ്ങൾ സ്റ്റേ ചെയ്തത് തിരുവനന്തപുരം PTCയിലായിരുന്നു കേട്ടോ, പോലീസ് ട്രെയിനിങ് കോളേജിൽ. അവിടെ റൂമുകളൊക്കെ ഉണ്ട്. അപ്പം ഹസ്ബൻഡ് പോലീസ് കൂടെ ആയതുകൊണ്ട് അപ്പോൾ ഒഫീഷ്യലായിട്ടും നമുക്ക് അൺഒഫീഷ്യലായിട്ടും നമുക്കവിടെ റൂമുകളൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് റൂമുകൾ കിട്ടും കേട്ടോ. പേയ്മെൻ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. ഒരുപാട് ഫാമിലീസൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ഡെയിലി റെൻറ്റിന് നമുക്ക് താമസിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. മെയിൻ കാരണം എനിക്കിവിടെ പോകുക എന്നുള്ളതായിരുന്നു മെയിൻ കാരണം. അങ്ങനെ രാവിലെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഇറങ്ങി. ഞാൻ സാരിയാണ് കേട്ടോ എടുത്തത്. ഷോപ്പിൽ തന്നെ സാരി ആയിട്ടല്ല, റണ്ണിങ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള സാരി ആയിരുന്നു. ഒരു അക്കോബ ബ്ലൗസും സിമ്പിളായിട്ട് പോയേക്കാമെന്ന് ഓർത്തു. അപ്പം തിരുവനന്തപുരം ആക്ച്വലി എനിക്ക് ട്രിവാൻഡ്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതേ, തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരെയും മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. 1-2 പേരൊക്കെ എന്നെ മനസ്സിലായി എന്ന് തോന്നുന്നു. അവരൊക്കെ ചിരിച്ച് കാണിച്ചിട്ട് അങ്ങ് പോയിട്ടോ. തിരക്ക് കാരണം കൊണ്ട് ഒന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല. സൺഡേ ആയിട്ട് നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ക്യൂ ഒക്കെ നിന്ന് ക്ഷേത്രത്തിൽ കയറി തൊഴുതു ഇറങ്ങി. ആക്ച്വലി ഫോണൊക്കെ എടുത്ത് മേടിച്ച് വെക്കുന്നതുകൊണ്ട് ഉള്ളിലുള്ള വീഡിയോസും ആ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും നടക്കില്ലല്ലോ. പിന്നെ ക്ഷേത്രത്തിനോട് നേരെ ചേർന്നുള്ള ഒരു മ്യൂസിയം കാണാനായിട്ട് പോയിട്ടോ. അവിടെ എന്തോ അകത്ത് അങ്ങനെ രചനാ ഹാളിലേക്കൊന്നും നമ്മളെ കയറ്റത്തൊന്നുമില്ല. ഇതിപ്പം എന്തോ കുതിരമാളിക എന്ന് പറഞ്ഞൊരു സ്പോട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആക്ച്വലി വലിയൊരു എന്താ പറയുന്നത്, ഒരു കൊട്ടാരമാണ് അവിടെ. ഞാനോർത്തു, ആദ്യം വിചാരിച്ചു കുതിരയെ പാർപ്പിക്കുന്ന സ്ഥലമായിരിക്കും എന്നൊക്കെയാണ് ഓർത്തുകൊണ്ടാണ് പോയത്. പക്ഷേ ആക്ച്വലി അതല്ല. കുതിരയുടെ ഷേപ്പുള്ള അവിടെ സൈഡിൽ എന്താ അതിനിപ്പോൾ പറയുക, ഒരു കുതിരയുടെ ഷേപ്പുള്ള മാളിക അവിടെ ഉണ്ട്. മീൻസ് സൈഡിൽ എന്താ അതിന് പറയുന്നത്, കൈവരി പോലുള്ള സംഭവത്തിൽ ഇങ്ങനെ കുതിരയുടെ ഷേപ്പ്, അതാണ് കുതിരമാളിക എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അവിടെയൊന്നും കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് തിരുവനന്തപുരമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒറ്റ ദിവസത്തെ കറക്കം കൊണ്ട് തിരിച്ചു വരികയല്ലാതെ സ്റ്റേ ചെയ്ത് തിരുവനന്തപുരം കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അന്നത്തെ കറക്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മ്യൂസിയങ്ങളിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിറ്റേ ദിവസമാണ് കേട്ടോ, ആക്ച്വലി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ സൂ ഒക്കെ കാണാനായിട്ട് ഇറങ്ങി. അങ്ങനെ സൂവിലേക്കൊക്കെ കറങ്ങി അടിച്ച് നടന്നു. ആക്ച്വലി നടന്ന് മനുഷ്യൻ്റെ ഊപ്പാടിളകൂട്ടോ. ഇപ്പം നടത്തമാണെങ്കിലും ശരി, ഹസ്ബൻഡ് ഫോണിൽ തന്നെ ആയിരിക്കും. അത് പിന്നെ പറയണ്ടല്ലോ. ഫോണില്ലാത്ത സമയത്ത് ഈ ആളെ തോളത്ത് അവൻ നടന്ന് ആക്ച്വലി അവൻ മടുത്തു, അവളും മടുത്തു കേട്ടോ. പിന്നെ അവളെ എടുത്ത് എളിയിൽ വെക്കുക പ്രാവർത്തികമല്ലാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുന്നു. പിന്നെ ഒരുപാട് ആനിമൽസിനെയൊക്കെ കണ്ടു. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഒരുപാട് ഫോട്ടോസും നല്ല നല്ല ഫോട്ടോസ് എന്ന് പറയുന്നത് നല്ല നല്ല മെമ്മറീസ് അല്ലേ. അതിനകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ, ആ മ്യൂസിയത്തിൽ കയറാൻ പറ്റിയില്ല. ആക്ച്വലി ഞങ്ങൾ നടന്ന് മടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും അസ്തമയം കാണാനായിട്ട് നമ്മുടെ ബീച്ചിലേക്കെത്തി. ശംഖുമുഖം ബീച്ചിലെത്തി. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു. എനിക്കെന്തോ ആക്ച്വലി ബീച്ചിൽ വന്നിട്ട് എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ എനിക്കെന്തോ കടലിൽ ഇറങ്ങാൻ തോന്നിയില്ല. എന്താണെന്നറിയില്ല.
കടലിൽ എനിക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അവരിറങ്ങി. ചേട്ടനും മക്കൾ ഇറങ്ങി, അവരെ കളിപ്പിച്ചു. അവസാനം നനഞ്ഞ് കുളിച്ചാണ് കയറി വന്നത്. ഞാൻ എന്താ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കാല് ടച്ച് ചെയ്തിട്ട് കയറി വന്നു എന്നുള്ളതല്ലാണ്ട് എനിക്കിങ്ങനെ ഇങ്ങനെ നോക്കി എന്തോ ഒരു നേരം നോക്കിയിരുന്നാലും നമുക്ക് മതിയാവില്ല. എനിക്കെന്തോ അങ്ങനെ എന്താ ഇപ്പോൾ പറയുക, ഒരുപാട് നേരം നമ്മുടെ ഉള്ളിലും കടൽ വെളിയിലും കടൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാൻ പെട്ടതുപോലെ ഒരു അവസ്ഥയായിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിര വന്നത് കണ്ടിട്ട് പേടിയാവുമായിരുന്നു കേട്ടോ. ഈ നമ്മുടെ എറണാകുളത്തുള്ള ബീച്ചുകളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അവിടെയൊന്നും നമുക്ക് ഇത്രയും തിര നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇവിടുത്തെ തിര കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പേടിയാവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് പോയത് നേരെ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിലോട്ട്. ആ നടുക്ക് യെല്ലോ ആൻഡ് റെഡ് ഷർട്ടിരിക്കുന്ന ആളെ ആർക്കെങ്കിലും മനസ്സിലായോ? ഇദ്ദേഹം നേരത്തെ ഫുഡ് ബ്ലോഗറായിരുന്നു. എന്താ പറയുന്ന ഒരു അമ്മ വീട് എന്നാണ് കേട്ടോ ഇവരുടെ ഹോട്ടലിൻ്റെ പേര് വന്നിട്ട്. ഫുഡ് ബ്ലോഗർ, പണ്ടത്തെ കൈരളി ചാനലിൽ എന്താ പറയുന്നത്, ഷാപ്പിലെ കറിയും നാവിലെ രുചിയും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പണ്ട് അതായിരുന്നു ഈ യൂട്യൂബൊക്കെ വന്നതിന് മുമ്പ് മെയിനായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫുഡ് ബ്ലോഗ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് കേട്ടോ. കിഷോർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതൊരു ഒരു 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 എന്താ പറയുന്ന ഒരു പഴയ തറവാട് വീട് പോലത്തെ വീടാട്ടോ. പക്ഷേ അവിടെ നല്ല നല്ല ഫുഡ്, ഒരു ഷാപ്പിലെ സെറ്റപ്പിലുള്ള കറികളും ഫുഡും ഒക്കെ എന്താ ഇതൊന്നുമില്ല, കള്ളൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ ഒരു ടേസ്റ്റിലുള്ള നല്ല ടേസ്റ്റിലുള്ള ഫുഡ് അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചു. രാവിലെ അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് കേട്ടോ, ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ആക്ച്വലി ഞങ്ങൾ ഈ 3 ദിവസവും അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ വൈകുന്നേരം ചോറ് കഴിക്കാൻ എന്തോ തോന്നുന്നുണ്ടായിരുന്നില്ല. അന്ന് നൂൽ പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് കഴിച്ചത് കേട്ടോ. പക്ഷേ അടിപൊളി ഐറ്റമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അതും റേറ്റ് ആണെങ്കിലും ഭയങ്കര മറ്റുള്ള ഹോട്ടലുകളെ അപേക്ഷിച്ച് വളരെ റീസണബിളായിട്ടുള്ള റേറ്റും ആയിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. അദ്ദേഹം വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, പക്ഷേ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ അതിനൊന്നും മുതിർന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ കന്യാകുമാരി പ്ലാൻ ചെയ്ത് ഇറങ്ങി. കന്യാകുമാരിയിലോട്ട് ഞാൻ ഈ വേഷമാണ് ഇട്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി മൊഡാൾ കോട്ടൻ്റെ ഉള്ളിൽ ഉള്ള ടോപ്പ് വന്നിട്ട് മൊഡാൾ കോട്ടൻ്റെ ആണ് കേട്ടോ. നല്ല സുഖമാണ് ഇടാനായിട്ട്, മാത്രമല്ല ചൂടുമാണല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ടോപ്പ് ഇട്ടത് കേട്ടോ. മുകളിൽ വന്നിരിക്കുന്ന ഷ്രഗ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ ഡ്രസ്സാണ് കേട്ടോ. എല്ലാം സ്റ്റുഡിയോയാണ്. സ്റ്റുഡിയോയിലെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഷ്രഗും വന്നിട്ടുള്ളത് സ്റ്റുഡിയോയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയമൊക്കെ കറങ്ങി. ഈ സ്ഥലം ഏതാണെന്നറിയാവോ? രാമനാഥനോടാണോ അല്ല, നകുലനോട് സണ്ണി പറയുന്ന സ്ഥലമുണ്ടല്ലോ, സണ്ണി ഗംഗയ്ക്ക് അസുഖം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്പോട്ടാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എവിടെ തിരിഞ്ഞാലും ഫോട്ടോ ഫ്രെയിമുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പെർമിഷനൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടുന്ന് നേരെ കന്യാകുമാരിക്ക് വിട്ടു. അത് ആദ്യം കാണിച്ചത് പത്മനാഭപുരം പാലസാണ് കേട്ടോ. ഇത് കന്യാകുമാരി എത്തി. ഞങ്ങൾ കന്യാകുമാരിയിൽ ക്യൂ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു 1.5 ക്യൂ. സൺഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ കണ്ണ് തള്ളി. ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം അവസാനം ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂ നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത്. അവിടെ അത്രയും നേരത്തെ ക്യൂ കഴിഞ്ഞിട്ട് ഉള്ള ഈ വ്യൂ കാണാനായിട്ട് ഒരു 1.5 കാഴ്ച തന്നെയായിരുന്നു. എന്തോ അവിടുന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. അവസാനം ലാസ്റ്റ് ബോട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ ഞങ്ങൾ കയറി വന്നത്. ഓൾറെഡി ആ 4 മണിയോടുകൂടി ബോട്ടിങ്ങൊക്കെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ 4 മണിക്ക് തൊട്ട് മുമ്പാണ് കേട്ടോ ഞങ്ങൾ എൻട്രി ചെയ്തത്. അങ്ങനെ പക്ഷേ തിരുവള്ളൂർ സ്റ്റാച്യൂവിൽ പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ. അവിടെ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് വന്നേക്കുന്നതുകൊണ്ട് ഒരു 4 മണിക്ക് ശേഷം ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അതിലേ കയറാൻ പറ്റിയില്ല. ആക്ച്വലി ഞങ്ങൾ അതുകൂടെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ കാണാനൊക്കെ അടിപൊളിയായിരുന്നു. എന്താ അല്ലേ, കടലിൻ്റെ മുകളിൽ കൂടെ പാലത്തിൽ, അതും ഗ്ലാസ് പാലത്തിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നേനെ. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് ഇതുപോലെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നു. ഏതായാലും